Each and every moment, continuously I am being defeated on a regular basis. On a regular basis I am being defeated. തോൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം, ഇരയാകുന്നൊരു ജീവിതം, കോപത്തിന്റെ ഇര. കോപിക്കണമെന്ന് ആഗ്രഹമില്ല അച്ഛാ, കോപിക്കണമെന്ന് വിചാരിച്ചല്ല അച്ഛാ, കോപിച്ചു പോയി. സോ യു ആർ ഡിഫീറ്റഡ് ബൈ യുവർ ആങ്കർ. തോറ്റുപോയടാ നീ, നിന്നെ തോൽപ്പിച്ചു നിന്റെ കോപം. വെറുപ്പ്, വൈരാഗ്യം, പിണക്കം ആഗ്രഹമില്ല അച്ഛാ. പക്ഷെ കണ്ടിന്യൂസ്ലി I am being defeated by irritation, disturbance, hatred, anger, envy. കോപം, ക്രോധം, അസൂയ, വൈരാഗ്യം, വെറുപ്പ് തുടർന്ന് എന്നെ തോപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കർത്താവ് പറയാണ്, മക്കളെ, അങ്ങനെ തോറ്റു കിടക്കാനുള്ള അല്ല ക്രിസ്തീയ ജീവിതം. എല്ലാ കാര്യത്തിലും നിനക്ക് വിജയം നൽകുന്ന കർത്താവ് എന്നാണ് വചനം പറയുക. എല്ലാ കാര്യത്തിലും വിജയം. ശരീരത്തിന്റെ മേൽ വിജയം, മനസ്സിന്റെ മേൽ വിജയം, ആത്മാവിന്റെ മേൽ വിജയം, ലോകത്തിന്റെ മേൽ വിജയം, പണത്തിന്റെ മേൽ വിജയം, ശത്രുക്കളുടെ മേൽ വിജയം, സകലത്തിന്റെ മേലും വിജയം തരുന്നൊരു ദൈവം. ആ ദൈവം പറയുകയാണ്, നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ, ശത്രു എന്ന് പറയുമ്പോൾ അയലോക്കക്കാരനെ കാണരുത്. ശത്രു അകത്താണ്, ശത്രു പുറത്തല്ല. കേട്ടോ അമ്മച്ചി, ശത്രു പുറത്തല്ല, ശത്രു അകത്താണ്. ദ റിയൽ എനിമി ഈസ് ഇൻസൈഡ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പുറമേ നിന്ന് വരുന്നൊന്നും അല്ല ആരെ അശുദ്ധരാക്കുന്നത്. കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചതോ അങ്ങോട്ട് നോക്കിയതോ ഇങ്ങോട്ട് നോക്കിയൊന്നും അല്ല ആളുകളെ അശുദ്ധരാക്കുന്നത്. അകത്തുനിന്നൊരു സാധനം വരുന്നുണ്ട്, അകത്തുനിന്ന് എടുത്ത് വായിച്ചത്. ശത്രു അകത്താണ്. വേഗം എടുക്ക്, മത്തായിയുടെ സുവിശേഷം. കർത്താവ് പറയാണ്, നിങ്ങളെ അശുദ്ധരാക്കുന്നത് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നൊന്നും അല്ല. നിങ്ങളെ അശുദ്ധരാക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. മാത്യു 15:10. മത്തായി 15:10 വായിച്ചേ. അവൻ ജനങ്ങളെ തന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കേട്ട് മനസ്സിലാക്കുവിൻ, വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർ അടുത്ത് വന്ന് പറഞ്ഞു, ഈ വചനം പരിസയർക്ക് ഇടർച്ചയുണ്ടാക്കിയെന്ന് നീ അറിയുന്നുവോ? താഴോട്ട് വായിച്ചേ. 17. വായിൽ പ്രവേശിക്കുന്നവ ഉദരത്തിലേക്ക് പോകുന്നെന്നും അവിടെ നിന്ന് അത് വിസർജിക്കപ്പെടുന്നെന്നും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുഷ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം,